ഹലോ ഗൈസ്, 2 വർഷത്തിലധികമായി നമ്മൾ കുറെ സിലോപ്പിയും കൂരിവാള സക്കർ അതുപോലുള്ള കുറെ ഐറ്റംസ് നമ്മൾ വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് നമ്മൾ പിടിക്കാനായിട്ട് പോവുകയാണ്. അപ്പൊ എന്തൊക്കെയാണ് ഇതിനകത്തുണ്ടെന്നുള്ളത് നമുക്ക് ഒന്ന് നോക്കാം. പാത്രം എടുത്ത് അയ്യോ കൈ മുറിഞ്ഞു. ഹായ്, കണ്ട ആദ്യത്തെ മീനിതെ സ്റ്റാർട്ട് ചെയ്തു. ഇവിടെ പിടി. അടുത്തത് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. വരട്ടെ. ചെറുതാണ്, ചെറിയ സാധനങ്ങളാണ്. എല്ലാം കുഴപ്പമില്ല. പോരുന്നുണ്ട്, കാല ഇടിക്കുന്നുണ്ട്. ഊരുവാള അടിപൊളി സാധനം. അല്ല, ഇത് കുത്തുകൊണ്ട് ചെയ്തു. നിങ്ങൾ എന്നാ പറയണത്? അല്ല, അതെ, അങ്ങനെ എടുത്തു കഴിഞ്ഞാലേ നമ്മുടെ അല്ല, ഇത് കുത്താൻ അതിന്റെ മുള്ളുള്ളതാണ്. തല പിടിക്കും. പറ്റ എടുക്കട്ടെ. ചെറിയ പിന്നെ പോളിംഗ് ചെറിയ രീതിയിൽ പോളിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്തതിന് ചെറുതാണ് കിട്ടുന്നത്. നമുക്ക് വലുതിന് വേണ്ടി നിൽക്കാം. പോരട്ടെ. ഇതാണ് സാധനം. ഇത് സാധനം കണ്ട അടിപൊളി സാധനം. കുഴപ്പമില്ല, പിടി. അല്ല, ഇത് ഭയങ്കര ഇഴുക്കലാണിത്. അടിപൊളി സാധനം. സിലോപ്പിയാണിത്. സിലോപ്പി അല്ല, 1 കിലോ കാണും. അടുത്ത പാത്രം എടുത്ത്. അല്ല, അതാ ഞാൻ പറഞ്ഞില്ല, വലിയ പാത്രം ഇടുന്നേ. അടുത്ത ചെറിയ പോളിംഗ് ആണ്. ചെറിയ പോളിംഗ് നടന്നുകൊണ്ടിരിക്കുക. ഇതിനകത്ത് ഇത് വെള്ളം കൊരുവല്ലേ? അല്ലെ, പോവന്നേ തട്ടി. അയ്യോ, കുരുവാള. ഉണ്ട് നമ്മുടെ പാത്രം ഇട്. പക്ഷെ ഇതിനെ വലിയ പാത്രം ഇട്. ചത്തുപോകുന്നത്. വെള്ളത്തിലുണ്ട്. വെള്ളം ഒഴി അതിനകത്ത്. അടുത്ത സിലോപ്പി. എന്താ അടുത്ത സിലോപ്പി? കൊണ്ടുവാ, പാത്രം കൊണ്ടുവാ. അടുത്ത സൂപ്പർ സാധനം. അല്ല, അതിനകത്ത് വെള്ളം ഒഴി. ചെറിയ പോളിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന. എന്താ അതിനകത്ത് വെള്ളം. അടുത്ത സാധനം. കണ്ടാ, 2 വർഷത്തിൽ അധികമായിട്ടുണ്ട് ഇത്. നമ്മള് ചെറിയ കുഞ്ഞിനായിട്ടതാണ്. കണ്ടാ, ഇപ്പൊ ഒരു കിലോത്തിന് മേലുണ്ട്. അടുത്തത് അടുത്ത സാധനം
മുട്ടയുണ്ട് കേട്ടാ. അല്ല, ഇത് ഇങ്ങനെ പിടിക്കാൻ പറ്റുന്നില്ല. നമ്പൂതിരിനെ പോലെ അതിനകത്ത് വെള്ളം ഒഴിക്കുന്നു. വെള്ളം ഒഴിക്കി. ആ, കുരുവള വള. പക്ഷെ ഇത് നമ്മള് പിടിച്ചു കഴിഞ്ഞാൽ ഇത് കൊമ്പുണ്ട് ഇതിന്. കണ്ടാ, ഇത് കൊമ്പുള്ള സാധനമാണ്. ഇത് നമുക്ക് നമ്മുടെ കൈ മുറിയും. അതുകൊണ്ട് എടുക്കുന്നില്ല. അങ്ങനെ പിടിച്ചത് ഇതിനകത്ത് കൊണ്ടിട്ട് കൊണ്ടുപോട്ടെ. മുട്ടകളാണ്. ഇത് മുട്ടയുണ്ട്. മുട്ടയുള്ള സാധനം. മുട്ടകളാ. അടുത്ത കുരുവള. അടുത്ത കുരുവള. കണ്ടാ, ഇതൊക്കെ കൊമ്പുള്ളത് കൊണ്ടാണ് കൈ കൊണ്ട് എടുക്കാത്തത്. കണ്ടാ, ഇത് കൊമ്പുണ്ട്. കണ്ടാ, അല്ല, എന്ത് വെള്ളം ഒഴിക്കാത്ത? അതിനകത്ത് വെള്ളം ഒഴിക്കുക, അല്ലെങ്കിൽ ചത്തു പോകും പെട്ടെന്ന്. ഇല്ലെന്ന്, അത് വെള്ളം ഒഴിക്കേ. വെള്ളം ഒഴിക്കും. ചെറുതാ. ചെറുതൊക്കെ ഉണ്ട്. അതൊക്കെ ചെറുതാണ്. പോളിങ് കുറവാണ്. ചെറിയ ചെറിയ സാധനങ്ങളാണ് വരുന്നത്. വലുത് പോരട്ടെ. പോയി. സിലോപ്പി. ഏതാ ഇത്? സിലോപ്പിയാണ്. അത് വാളയാണ്. അത് വാള. കുരുവാള. അടിപൊളി. സക്കർ. കണ്ടാ, ഈ സാധനം ഉണ്ടല്ലോ, ഇതാണ് സക്കർ എന്ന് പറയുന്നത്. ഇതിന്റെ തൊലി പൊളിച്ചിട്ട് നമ്മള് എടുത്ത് കഴിക്കുകയാണെങ്കിൽ തൊലി പൊളിച്ചിട്ട് കറി വയ്ക്കാൻ പറ്റും. ഇത് നല്ല വരാല് മാതിരി ഇരിക്കും. കണ്ടാ, സാധനം കണ്ടാ, അടിപൊളി സാധനമാണ്. ഇതൊരു 2 വർഷത്തിലധികം പ്രായമുള്ളതാണ്. ഇത് സക്കറാണ്. നമുക്ക് വരാല് പോലെ കറി വയ്ക്കാം. വേറെ വെള്ളത്തിലുണ്ട്. അല്ല, ഇത് നമുക്കേ ഇത് കണ്ട, ഇതൊക്കെ ചത്തു പോകുന്നത്. അതൊക്കെ എടുത്തിട്ടെ. ഇവന് മഴ പെയ്ത കാരണം ഭയങ്കര പവറാണ്. മഴ പെയ്തുകൊണ്ടാണ് ഇത്ര പവർ. കണ്ട, മുള്ള് തൊട്ട് കഴിഞ്ഞാൽ അപ്പം മുറിയും. മഴ പെയ്തുകൊണ്ടാണ്. കൈ മുറിഞ്ഞിട്ടുണ്ട്. ചെറിയതാണ്. കണ്ടോ, അതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചോ, അത് ചത്തു പോകുന്നില്ലെങ്കിൽ. ചാടും. ചെറിയ ചെറിയ സാധനങ്ങളാ. ഇത് തീർന്നിട്ടില്ല. സാധനമുണ്ട്. ചെറുതാ. ഇതൊക്കെ ചെറുതാ. തിരിച്ചിട്ടേക്കാം. കഴിഞ്ഞല്ല. ഉണ്ടാ ചെറുതൊക്കെ ഉള്ളത്.
വെള്ളം പറ്റിക്കാൻ അപ്പൊ സുഹൃത്തുക്കളെ ഇതൊക്കെയാണ് ഇത്രയാണ് നമുക്ക് കിട്ടിയത്. നമുക്കൊന്ന് നോക്കാം എങ്ങനെയുണ്ട്, എന്ത് മാത്രം ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അല്ല സുഹൃത്തുക്കളെ, ഇതുപോലുള്ള ഒരു ടാങ്ക് നിങ്ങളുടെ വീട്ടിൽ ഉണ്ടെങ്കിൽ, അതായത് ഒരു 3 മീറ്റർ 3.5 മീറ്റർ വീതിയും ഒരു 4 മീറ്റർ നീളമുള്ള ഒരു ടാങ്ക് നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ കുറച്ച് കരിമീനോ കുറച്ച് കൂരുവാളയോ കുറച്ച് പിന്നെ സക്കര അതുപോലുള്ള ഐറ്റംസ് ഒക്കെ നട്ടറുള്ള ഐറ്റംസ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കും ഒരു വർഷം 1.5 വർഷം ആകുമ്പോൾ നന്നായിട്ട് വിളവെടുത്ത് നല്ല സൂപ്പർ കറി കൂട്ടാം. ഓക്കെ സുഹൃത്തുക്കളെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു പുതിയ വിശേഷവുമായി വരുന്നവരെ ഓക്കെ, താങ്ക് യു.